സ്വതകാഴ്ച പിന്നെ എടുക്കാം. നാളെ കസേരയ്ക്ക് ടിക്കറ്റ് ഇല്ല. ഒരു കർത്താവിന്റെ ദാസൻ നാളത്തെ കസേരയുടെ പണം തന്നിരിക്കുകയാണ്. ആ നാളത്തെ കസേരയുടെ പണം നേരിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ ദൈവജനവും സ്തോത്രം പറയാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ 5 പേർക്ക് തരാമോ? 20,000 രൂപ. സ്വതകാഴ്ച ഇന്ന് വേണ്ട. അത്രയും കൂടെ ഞാൻ പ്രസംഗിക്കാം. നിന്റെ മക്കൾക്ക് വേണ്ടി പണം ഉണ്ടാക്കി ദശാംശം കൊടുക്കാത്ത ക്രിസ്ത്യാനിയെ നിന്നോട് പറയാണ്, നീ പണം നിനക്ക് ശരിപ്പെടാൻ പോകുന്നില്ലെന്ന് ആശാരി ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ പോകുക. എന്റെ മക്കൾക്ക് വേണ്ടി പണം സമ്പാദിച്ച ദശാംശം പോലും കൊടുക്കാതെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ അവസാനത്ത് ഇത് ഉപകരിക്കില്ലെന്ന് ആശാരി ഉപദേശിയാണ് പറയുകയാണ്. എന്തുകൊണ്ട്? എന്തോ യേശുവിന്റെ കെട്ടുപണിക്ക് വേണ്ടി, യേശുവിന്റെ വേലയുടെ കെട്ടുപണിക്ക് വേണ്ടി വേലയ്ക്ക് പണമിറക്കേണ്ട ആവശ്യമുണ്ട്. ദശാംശത്തെക്കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ളത് ദൈവസഭയുടെ അനിവാര്യതയാണ്. ദൈവജനം സന്തോഷത്തോടെ ദൈവവേലയ്ക്ക് കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കൊടുത്തു മടുത്തുപോയ ദൈവജനവും വാങ്ങിച്ച് തൃപ്തി വരാത്ത ദൈവവേലക്കാരെയും കൊണ്ട് ആത്മലോകം നിറഞ്ഞു നിൽക്കുന്നു. ആശാരി ഉപദേശി പ്രസംഗിക്കുന്നത് കേട്ട് ആരും കല്ലെറിയാൻ പോയില്ല. എന്നാൽ ഇന്ന് ജനം ഇങ്ങനെയുള്ളതിനെ എതിർക്കുന്നു. അതിന് ഒരേ ഒരു കാരണം ഞങ്ങൾ മനസ്സിലാക്കിയത്, വായിക്കാം. മത്തായി സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. വേഗം വായിച്ചാട്ടെ. മത്തായി. ഹല്ലേലൂയ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നത് യോഗ്യമായ ഫലമാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലമാണ്. 2000 വർഷം പൂർത്തിയായ സുറിയാനി ക്രിസ്ത്യാനിയെ നീ ഇപ്പോഴും അയോഗ്യമാകുന്ന ഫലം കാത്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മേൽ ഇപ്പോഴും അയോഗ്യമായ ഫലമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നിന്നോട് വചനം പറയാണ്. നീ യോഗ്യമായ ഫലം കാഴ്ചയില്ലെങ്കിൽ നിന്നെ തട്ടാൻ പോവുകയാണ്. ന്യായവിധി എവിടെ വന്നിരിക്കുന്നു? പഠിക്കൽ. ആ ന്യായവിധി ദൈവത്തിന്റെ ഗൃഹത്തിൽ ആരംഭിക്കുന്നു. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ. വചനം കട്ടായം മുഖം നോക്കാതെ വിളിച്ചു പറഞ്ഞ മനുഷ്യൻ, 3-ാം ക്ലാസ് തോറ്റ വിദ്യാഭ്യാസവുമായി അമേരിക്കയുടെ UNOയിൽ വരെ പോയി പ്രസംഗിച്ച ദൈവവചനത്തിനൊത്തവണ്ണം ജീവിച്ചും കാണിച്ചു. ഞാൻ കൂടെ പറയുന്ന ഒരു കാര്യം ഈ ഒരു MA കാരന്മാര്, പിന്നെ MBA ഡോക്ടർമാര്, എഞ്ചിനീയേഴ്സ് ഒക്കെ ഇത്തിരി ആശാരിമാര് ഇന്ത്യയിലുണ്ട്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും MCAക്കാരും MBAക്കാരും ഒക്കെ ഒത്തിരി ആശാരിമാർ ഇന്ത്യയിലുണ്ട്. ഞാൻ 3-ാം ക്ലാസ് തോറ്റവനാ. ആശാരി ഉപദേശി 3-ാം ക്ലാസ് തോറ്റതാണ്. എനിക്ക് ABCD അറിയാൻ പാടില്ല. എനിക്ക് ABCD അറിയാൻ വയ്യ. ഈ എഞ്ചിനീയർമാരൊക്കെ ആശാരിമാരൂടെ കിടന്നിട്ട് ഒരുത്തൻ അമേരിക്കയിലെ ഒരു പൂട കണ്ടിട്ടില്ല. ഈ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആശാരിമാർ ഇവിടെ ഉണ്ടായിരുന്നിട്ട് ഇവരാരും അമേരിക്ക കാണുന്നില്ല. 3-ാം ക്ലാസ് തോറ്റ ഞാനുണ്ടല്ലോ. എങ്ങനെ അമേരിക്കയിൽ ചാടി? നിന്നെപ്പോലെ ഞാനും ഇവിടെ കിടന്നിരുന്നെങ്കിൽ, ഈ വേദോത്സവം എനിക്ക് കിട്ടാതിരുന്നെങ്കിൽ ഞാൻ നിന്നെപ്പോലെ ഇവിടെ കിടന്ന് കറങ്ങുമായിരുന്നു. ഈ വേദ പുസ്തകം എന്റെ കയ്യിൽ കിട്ടാതിരുന്നെങ്കിൽ ഞാനും നിന്നെപ്പോലെ ഇവിടെ കിടന്ന് കറങ്ങുമായിരുന്നു. ഞാൻ എങ്ങനെ വെളിയിൽ ചാടി? പുറത്ത് ചാടി. അമേരിക്കയിൽ UNOയിൽ പ്രസംഗിച്ച 9 പേരാണ്. അമേരിക്കയില് UNOയിൽ പ്രസംഗിച്ച 9 പേരാണ്. ഇന്ദിരാഗാന്ധി, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, വല്ലഭായ് പട്ടേൽ, പിന്നെ കൃഷ്ണമേനോൻ, പിന്നെ നമ്മുടെ അമൃതാനന്ദമയി, ആശാരി ഉപദേശി. ലഭിച്ചതല്ലാതെ നമുക്കും എന്തുള്ളൂ? പ്രസംഗിക്കുന്ന വചനത്തിനൊത്തവണ്ണം ജീവിക്കുക എന്നുള്ളത് ജനത്തിൻ്റെ പ്രതീക്ഷയാണ്. കുറഞ്ഞ പക്ഷം ജനം ഏൽപ്പിക്കുന്ന ധനത്തിനൊത്തവണ്ണം അതിനോട് കൂറുപുലർത്തി അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുക, അവരുടെ വേദനയിൽ പങ്കുചേരുക, അവരുടെ ആവശ്യങ്ങളിൽ സാന്നിധ്യമായി നിൽക്കുക. അതെ, സുവിശേഷ വേല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ലോകം പ്രതീക്ഷിക്കുന്നത് എളിമ, താഴ്മ, ലളിത ജീവിതം. ഒരിക്കലൊരു പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചു, നമ്മൾ എത്ര സമ്പന്നരായാലും ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുക എന്ന്. മറ്റുള്ളവർക്കും മീതെ യജമാനനായിരിക്കുന്നതല്ല, മറ്റുള്ളവരുടെ കാല് കഴുകി ശുശ്രൂഷിക്കുന്നതായിരുന്നു യേശു ചെയ്ത സുവിശേഷ വേല. അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം. നിങ്ങൾ എന്ത് പ്രോത്സാഹനം അവർക്ക് അനുഗ്രഹിക്കും. നിങ്ങൾ എന്ത് പ്രോത്സാഹനം അവർക്ക് കൊടുക്കുന്നു
ഒരുത്തൻ ഡോക്ടർ, പണമുണ്ട്, പഠിപ്പിക്കാൻ കഴിവുണ്ട്, പഠിക്കാൻ തൻ്റെതുമുണ്ട്, പഠിക്കാനുള്ള സാമർഥ്യമുണ്ട്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ആക്കിയിട്ട് ഒന്നിനെ അമേരിക്കൻ എഞ്ചിനീയർ, ഒന്ന് ഗൾഫിൽ എഞ്ചിനീയർ. ഞാനിവിടെ വന്നിരുന്ന് പറയാണ്, പ്രിയപ്പെട്ട നാട്ടുകാരെ, കൊയ്ത്ത് വളരെ ഉണ്ട്. അടുത്ത് പ്രിയപ്പെട്ട നാട്ടുകാരെ, കൊയ്ത്ത് വളരെ ഉണ്ട്. ആമേൻ. സത്യം വേലക്കാരെ ചുരുക്കം. വെട്ടി കല്ലെടുത്ത് എന്റെ മോന്തക്കറിയണം, ഓരോ കള്ളാന്ന് പറയണം. എനിക്ക് 4 മക്കളുണ്ട്. 4 മക്കളും സുവിശേഷ വയലിലാണ്. ഞങ്ങൾ സ്വോത്ര കാഴ്ച ജീവിച്ചോളാം. അത് മതി. ദൈവം വലിയവനാണ്. തന്നെ. എന്റെ 4 കുഞ്ഞുങ്ങളെയും നഗരം മുതൽ തലവരെയും സ്വോത്ര കാഴ്ചയാണ്. എന്റെ 4 മക്കളുടെയും നഖം മുതൽ തലമുടി വരെയും സ്വോത്ര കാഴ്ചയുടെ പൈസയാണ്. സമയമില്ല. എങ്കിൽ പോലും ഇളയ മോനെ കൊണ്ട് ഒരു ഡ്രമ്മ് നടിപ്പിക്കായിരുന്നു. എങ്കിൽ എന്റെ ഇളയ മകനെ കൊണ്ട് ഡ്രമ്മ് നടിപ്പിക്കാമായിരുന്നു. ദൈവനാമത്തിൻ്റെ ഘനം, ദൈവവചനത്തിൻ്റെ പഥ്യം, സുവിശേഷ വേലയുടെ മാന്യത, അതിൻ്റെ തീവ്രത നന്നായി സൂക്ഷിച്ച ഭക്തനെ പോലെ എത്ര പേർക്ക് പറയുവാൻ കഴിയും? ദൈവജനം ഞങ്ങളെ ഏൽപ്പിച്ച ധനത്തിനൊത്തവണ്ണം ഉത്തരവാദിത്തോടെ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തുവെന്ന്. അതെ, ദൈവവേലക്കാർ ഇത് ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കട്ടെ.